ഹലോ ബട്ടർഫ്ലൈസ്, ഇറ്റ്സ് മീ യുവർ കുഞ്ഞു. എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്. അപ്പോൾ നമ്മുടെ ചേലങ്കയുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. പിന്നെ നല്ല സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട്. കാരണം കിളിയുടേതും പിന്നെ കാറ്റിൻ്റെയും കിളിയുടെയാണ് കൂടുതൽ ശബ്ദം. പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ടൈം ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെയാണ് കൂടുതൽ എഡിറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. അപ്പോൾ അതിൻ്റെ കാരണം സൗണ്ട് കിളിയുടെയൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളതൊക്കെ ക്ഷമിച്ച് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്ന് കാണേണ്ടതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഇപ്പം സ്റ്റോറിയിലോട്ട് പോവാം. വാ. ഒരു വീട്, ആ വീട്ടിൽ പ്രേതമുണ്ടോ എന്ന് നോക്കാൻ പോകുന്ന 8 പേർ. അവിടെ വെച്ച് നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാം. എന്റെ ലച്ചു, ഇത് വേണോ? വേണം. എന്റെ തുളസി, നീയെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഇല്ല, കേക്കില്ല. എടാ കുട്ട, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഞാൻ എന്ത് പറയാൻ, അവര് തീരുമാനിച്ചു നിക്കുവാടാ. ഓ, നമുക്ക് മനുവിന്റെയും കാർത്തിയുടെ അടുത്ത് പോയി ഈ കാര്യം പറയാം. ആ വാ, പോയി പറയാം. എങ്ങോട്ട് പോകുവാ? കാർത്തിയുടെയും മനുവിന്റെയും അടുത്ത്. എന്തിനി? അല്ല, നമ്മൾ പോകുന്ന കാര്യം പറയാൻ. അതിന്റെ ആവശ്യമില്ല, അവരിപ്പോ വരും. ഓ, അപ്പൊ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കുവായിരുന്നു അല്ലേ? അതെ. ബേബി, അങ്ങോട്ട് പോണോ? പിന്നെ പോണം. ആ വീട്ടിൽ പ്രേതം ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. കാരണം അവിടെ ആ പ്രേതം ഇല്ലെങ്കിൽ അയാൾക്ക് ആ വസ്തു വിൽക്കാനേ ഉള്ളൂ. നമുക്കതിന് പൈസയും തരും. അത് മാത്രമല്ല, ഞാൻ തുളസിയുടെ മുൻപിൽ തോറ്റു കൊടുക്കത്തില്ല. എന്നാ നിങ്ങൾക്ക് 4 പേരും കൂടെ പോയാ പോരെ? എന്തിനാ ഞങ്ങളെയും കൂടെ കൊണ്ടുപോകുന്നേ? കാർത്തി ബേബി, നിന്റെ സച്ചുവിന്റെ കൂടെ വരില്ലേ നീ? നിന്റെ ബേബിയുടെ കൂടെ വരാൻ നിനക്ക് പറ്റത്തില്ലേ? ഓ, ഞാൻ വരാം. ഓ ബേബി, താങ്ക് യു. വാ പോകാം, പെട്ടെന്ന് ഇറങ്ങാം. ആ, ഓക്കെ. എന്റെ ചിന്നു, വാ ഇറങ്ങാം. ആ ദാ വരുന്നു, വാ പോകാം. നീ എന്താ ഈ ഡ്രസ്? എന്താ, കൊള്ളത്തില്ലേ? കൊള്ളാം. പിന്നെന്താ? അതോ എന്തോ ഒരു കുറവുണ്ട്. എന്ത്? അതോ അത് പിന്നെ എന്താ കുറവെന്ന് വെച്ചാലേ. അയ്യടാ, മോന്റെ മനസ്സിലിപ്പോ മനസ്സിലായി. മര്യാദക്ക് മാറിയുന്നു. എന്തു അടിമുത്തേ, ഒരെണ്ണം താ. അയ്യടാ, പറ്റില്ല പറ്റില്ല, പോയേ. എന്തു അടി, ഞാൻ നിന്റെ കെട്ടിയാനല്ലേ, ഒരെണ്ണല്ലേ ചോദിച്ചോളൂ. പറ്റത്തില്ല. നീ തരണ്ട, ഞാൻ എടുത്തോളാം. അപ്പോൾ ഇവരാരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ? ഇതാണ് ജിതിൻ, ജിത്തു എന്ന് വിളിക്കും. പിന്നെ ഇത് ശ്രീലക്ഷ്മി, ലച്ചു എന്ന് വിളിക്കും.
പിന്നെ ഇത് രാഹുൽ കുട്ടൻ എന്ന് വിളിക്കും. Doe het voor me, doe het laag. Het is niet moeilijk voor je, doe het traag. Traag, 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 traag. Oh yeah. ഇത് ശ്രീദേവി തുളസി എന്ന് വിളിക്കും. ഇത് കാർത്തി എന്ന് വിളിക്കും. Tómame la mano que tú eres cosa buena. Esta noche quiero bailar sobre la arena. No soy una ajena, no soy nada más. Ven pa' acá, y ahora. സൂര്യ സച്ചു എന്ന് വിളിക്കും. Então vem sentar. O popo é vapo, vapo no setor. É vapo, vapo do vapor. Vapo, vapo no setor. É vapo, vapo do vapor. പിന്നെ ഇതാണ് നമ്മുടെ ഹീറോ മാനവ്, മനു എന്ന് വിളിക്കും. ഇത് നമ്മുടെ ഹീറോയിൻ ചെലങ്ക ചിന്നു എന്ന് വിളിക്കും. അപ്പോൾ എല്ലാവരും മനസ്സിലായി കാണുമല്ലോ അല്ലേ? ബാക്കി സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ എല്ലാരും വന്നില്ല അല്ലേ? പോകാം. പോകാം, വാ. അവർ നേരെ പോയത് ഒരു വീട്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ എത്തി ഗൈസ്. അപ്പോൾ റെഡിയാണോ? റെഡിയാണ്. എടാ കാർത്തി, നമുക്ക് തിരിച്ചു പോയാലോ? എടാ തിരിച്ചു പോണം എന്നുണ്ട്, പക്ഷേ ഇവരെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അത് ശരിയാ നീ പറഞ്ഞേ. മനു, നീ എന്താ മിണ്ടാതെ നിൽക്കുന്നേ? അത് തന്നെ, കാറിയപ്പോ തൊട്ട് ശ്രദ്ധിക്കുക. എന്താടാ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഇവനിത് ആരെയാ നോക്കുന്നേ? അവര് മനു നോക്കുന്ന ഭാഗത്തോട്ട് നോക്കി. ഇവൻ ചിന്നുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണോ? എടാ മനു, അവൾ നിന്റെ തന്നെയല്ലേ? ഇങ്ങനെ നോക്കി വെള്ളം ഇറക്കാതെ. മനു ജിത്തുവിനെ ഒന്ന് നോക്കി. നീ നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട, ഞാൻ കാര്യമാണ് പറഞ്ഞേ. മനു ഒന്നും മിണ്ടാതെ അകത്ത് കയറിപ്പോയി. അവരതിൻ്റെ അകം മുഴുവൻ ചുറ്റും നോക്കി. എൻ്റെ അമ്മയെ, അടിപൊളി വീട്. ഈ വീട്ടിൽ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? സച്ചു, നീ തോക്കാൻ റെഡിയല്ലേ? തോൽക്കുന്നത് ആരാന്ന് നമുക്ക് കാണാം. വാ, നമുക്ക് നമ്മുടെ മുറി പോയി നോക്കാം. ദാ വരുന്നു. അവര് റൂം തിരക്കി പോയി. ഞാനും കുട്ടേട്ടനും ഈ റൂം എടുത്തോളാം. എന്നാ ഞങ്ങൾ ആ റൂം എടുത്തോളാം. എന്നാ ഞാനും ചിന്നും ദേ ആ റൂം എടുത്തോളാം. അവർ 8 പേരും 4 വഴിക്കായി. സൂപ്പർ റൂം അല്ലേ കുട്ടേട്ടാ? അതെ, വാ നമുക്ക് കിടക്കാം. ഓക്കെ. ജിത്തു, നീ കിടക്കുന്നില്ലേ? ഞാൻ കിടന്നോളാം, നീ കിടന്നോ. എനിക്ക് ഈ ബുക്ക് വായിക്കണം. ഇങ്ങനെ ഒരു പുസ്തക പുഴുവിനെയാണല്ലോ എനിക്ക് തന്നത്. ബേബി, നമുക്കങ്ങ് കിടന്നാലോ? ഓക്കെ ബേബി, വാ കിടക്കാം. ചിന്നു, എന്താ മനുവേട്ടാ? അല്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ 2 വർഷമായി. 2 വർഷമായല്ലേ? അതെ, മനുവേട്ടൻ എന്താ ഇപ്പൊ ഇത് ചോദിച്ചേ?
അല്ല, കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായില്ലേ? അതിന് ഒരു കുഞ്ഞു ബാബയൊക്കെ വേണ്ടേ? ആ വേണം. വേണം അല്ലേ? ആ വേണം മനുവേട്ടാ. നിനക്ക് ഓക്കെ ആണോ? എനിക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെ ആണെന്ന് പറയണോ? പറഞ്ഞാ കൊള്ളായിരുന്നു. എന്നാ ഇപ്പൊ ഓക്കെ പറയുന്നില്ല. അയ്യോ മോളൂസേ, അങ്ങനെ പറയരുത്. ദേ മനുവേട്ടാ, നമ്മളിവിടെ ഹണിമൂണിന് വന്നതല്ല. ഇവിടെ ഒരാഴ്ച നിന്ന് ഏറ്റവും കൂടുതൽ ആരാണോ പേടിക്കുന്നത് അവരെ ഈ വീട്ടിൽ നിന്ന് പോണം. ഒരാഴ്ച ഇവിടെ നിന്ന് പറ്റൂ. നമ്മളിവിടെ പ്രേത പിശാച് ഇല്ല എന്ന് നമ്മളിവിടെ തെളിയിക്കണം. അത് ഓക്കെ, ആ വഴിയെ നടക്കും. എന്റെ പൊന്നല്ലേ, പ്ലീസ്, എന്റെ മുത്തല്ലേ, പ്ലീസ് പ്ലീസ്. ഒരു പ്ലീസും ഇല്ല മോനെ. എന്നാ പോ, ഗുഡ് നൈറ്റ്. ശേ, പിണങ്ങിയോ മനുവേട്ടാ? നീ കിടക്കുന്നോ? ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. നീ ഇത് എങ്ങോട്ട് പോകുവാ? കിടന്നുറങ്ങാൻ. എങ്ങോട്ട്? തറയിൽ കിടക്കാൻ. എന്തിന്? അല്ല, മനോട്ടനല്ലേ പറഞ്ഞ കിടക്കാൻ, അതുകൊണ്ട് ഞാൻ കിടക്കാൻ പോകുവാ. അതിന് നീ എന്തിനാ തറയെ കിടക്കാൻ പോകുന്നേ? ഇവിടെ കട്ടില് കിടക്ക്. ഇല്ല, ഞാൻ തറയിൽ കിടന്നോളാം. പറ്റത്തില്ല, നീ കട്ടില് കയറി കിടന്നേ. നിങ്ങളുടെ സമ്മതം എനിക്ക് വേണ്ട. ഞാൻ തറയിലേ കിടക്കൂ. ഓ അങ്ങനെ, ഇപ്പൊ ഞാൻ നിന്നെ കിടത്താം തറയില്. എന്തുവായി മനോട്ട ഈ കാണിക്കുന്നേ? മിണ്ടാതെ കിടന്നോ? ഇല്ല, കിടക്കത്തില്ല. നിന്നെ മര്യാദക്ക് കിടത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓ, നിങ്ങളെ എന്നെ കിടത്താൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. ഓ അങ്ങനെയാണോ? ஒரு கண்ணில் நீர் கசியா உதட்டு வழி உசிர் கசியா உன்னால சில முறை இறக்கவும் சில முறை பிறக்கவும் ஆனதே. அட ஆத்தோட விழுந்த என அந்த ஆத்தோட போவது போ நெஞ்சு உன்னோடதான் பின்னோடதே. அடக்காலம் மறந்து காட்டு மரமும் பூக்கிறதே. குறுக்கு சிரித்தவளே, என்ன குங்குமத்தில் கரைச்சவளே, நெஞ்சில் மஞ்சள் தேச்சு குளிக்கையில் என்ன கொஞ்சம் பூசத்தாயே. உன் கொலசுக்கு மணியாக என்ன கொஞ்சம் மாத்தத்தாயே. கொடிய விட்டு குதிச்சு மல்லிகையே, ஒரு மொழி சிரிச்சு பேசறியே. வாய மேல வாய வச்சு வார்த்தைகளை உறிஞ்சு போட்டு விரல வச்சு அழுத்திய கழுத்துல கொளுத்திய வெப்பம் இன்னும் போகல. அடியும் போல சிவப்பு இல்ல. വെള്ളം ദാഹിക്കുന്നു. ഓ, ഇവിടെ വെള്ളമില്ലേ? താഴെ പോയി നോക്കാം വെള്ളം ഉണ്ടാന്ന്. ആ, വെള്ളമുണ്ട്. അയ്യാ, അയ്യോ ഇതാരാ? തുളസി, ഇവിളിതെവിടെ പോയി? നീ തുളസിയാണോ വിളിച്ചു കിടന്ന്? ദേ ചിത്തു, എഴുന്നേറ്റ്. തുളസിയാണെന്നോ കിടന്ന് വിളിക്കുന്നത്? വന്നേ നോക്കാൻ പോയി. ആ വാ, പോയി നോക്കാം. ഇപ്പൊ ആരാ കിടന്ന് നിലവിളിച്ചേ? വാ പോയി നോക്കാം. A few moments later. ആരാ ഇവിടെ കിടന്ന് നിലവിളിച്ചേ? തുളസിയാ. തുളസിയോ? എന്ത് പറ്റിയേ? അത് ഞാനൊരു നെള്ളിനെ കണ്ട് പേടിച്ചു പോയതാ. ഓ അതായിരുന്നോ? വാ എഴുന്നേക്ക്, പോയി കിടക്കാം. നിങ്ങളും പോയി കിടക്ക്. വാ മനുഷ്യ, നമുക്ക് പോയി കിടക്കാം. ആ അതാ വരുന്ന്. നീ ഇനി ഇവിടെ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക? വാ പോകാം. ആ വരുവാ. ഗുഡ് മോർണിംഗ് തുളസി. മോർണിംഗ്. രാത്രി നന്നായി ഉറങ്ങിയോ? ആ, നീ ഇന്നലെ ആരുടെ നെള്ളു കണ്ട
അവിടെ പേടിച്ചേ? അതറിയില്ല, വെള്ളം താഴ്ച വെള്ളം കുടിച്ച് തിരിഞ്ഞപ്പോ ഒരു നെല്ലെ കണ്ടു, അത്ര തന്നെ. അല്ല, ഇവിടെ ചിലർ വലിയ കാര്യത്തിന് ബീമ്പിറക്കിയതല്ലേ. എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ എന്തിനെ കണ്ടാലും പേടിക്കത്തില്ല എന്നൊക്കെ. എന്നിട്ട് ഇപ്പൊ എന്തായി? ഞാൻ പേടിച്ചൊന്നുമില്ല, പെട്ടെന്ന് കണ്ടപ്പോ ഒന്ന് ഞെട്ടി, അത്രേ ഉള്ളു. ഓ തണ്ണി, ഓ രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കോ? ഞാനല്ലല്ലോ, ഇവളല്ലേ. ഞാൻ അതിന് നിന്നെ പറഞ്ഞോ? അല്ല, ചിന്നു എവിടെ? അവൾ എഴുന്നേറ്റില്ലെന്നാ തോന്നുന്നേ. ഞാൻ പോയി വിളിച്ചുണർത്താം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നീ എപ്പോഴാ എഴുന്നേറ്റ്? കുറച്ചു നേരമായി, ഒന്ന് ഫ്രഷ് ആകാൻ പോയി. മനുവേട്ടനും കൂടെ പോയി ഫ്രഷ് ആയി വാ. ഓ, എന്ത് പറ്റി? മുഖമൊക്കെ മാറിയല്ലോ. നിനക്ക് എന്നെയും കൂടി വിളിക്കായിരുന്നല്ലോ, ഞാൻ വരുമല്ലോ. എങ്ങോട്ട്? ഫ്രഷ് ആകാൻ. ഓ സോറി, അടുത്ത തവണ വിളിക്കാം. ഓക്കെ. ഓ ശരി. ഐ ലവ് യു. ഐ ലവ് യു ടു. ചിന്നു, ആ നീ എഴുന്നേറ്റാ? ആ, ഞാൻ എഴുന്നേറ്റ് ഫ്രഷ് ആയി താഴത്തോട്ട് വരാൻ നിൽക്കുമായിരുന്നു. എന്നാ വാ. ആ നീ വന്നോ? എന്താടി ലേറ്റായേ? അത് പിന്നെ യാത്രാ ക്ഷീണം ഉണ്ടായിരുന്നു, അതാ ലേറ്റായേ. അല്ലടി ചിന്നു, നിന്റെ കഴുത്തിൽ എന്താടി ഒരു പാട്? പാടാ? ഈ മനുഷ്യനെ കൊണ്ട് കടിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇവരോട് എന്തോ പറയും. എടി ചിന്നു, ചിന്നു, ആ എന്താടി? നീ ഇത് ഏത് ലോകത്താ പെണ്ണെ? ഞാൻ ചോദിച്ചത് നീ കേട്ടായിരുന്നോ? നീ എന്താ ചോദിച്ചേ? നിന്റെ കഴുത്തിൽ എന്താ പാടെന്ന്. അത് എനിക്കറിയില്ല, എന്തെങ്കിലും കടിച്ചു കാണും. ഓ. A few moments later. അല്ലടാ, ഈ വീട് ശരിക്കും ആരുടെയാണ്? ആർക്കറിയാ? നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഈ വീട്ടിൽ പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ. ഇതറിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാന്? അതറിഞ്ഞിട്ട് ഈ വസ്തുവിന്റെ ഉടമസ്ഥന് ഇത് വിൽക്കാം. സത്യത്തിൽ ഇവിടെ പ്രേതം ഉണ്ടോ അത് നോക്കാനാ നമ്മളിവിടെ കൊണ്ടുവന്നത്. അതിന് നമ്മളിവിടെ കൊണ്ടുവന്നത് എന്തിനാ? അതാ എനിക്ക് മനസ്സിലാക്കാത്തത്. അല്ല, ഇവിടെ വരാൻ പ്ലാൻ ചെയ്തത് ആരാ? തുളസി. അപ്പോ തുളസിക്ക് അറിയാം ഈ വസ്തുവിന്റെ ഉടമസ്ഥനെ അറിയാല്ലേ? അറിയാമായിരിക്കും. വന്നേ കഴിക്കാം. ദാ വരുന്നു. A few moments later. ഞാനും ശ്രീയും കൂടെ പുറത്തു പോകുക. ആർക്കെങ്കിലും എന്തെങ്കിലും വേണോ? ഞങ്ങളും പുറത്തു പോവാൻ നിൽക്കുക. ഞങ്ങളും. അടിപൊളി. നിങ്ങൾ പുറത്തു പോകുന്നില്ലേ? ഇല്ല. നിങ്ങൾക്ക് സാധനം ഒന്നും വാങ്ങാനില്ലേ? ഇല്ലടാ, ഞങ്ങൾ വരുന്ന വഴിക്ക് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടാ വന്നേ. ഓ, അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ ചിന്നു. ഓക്കേടാ. 6 hours later. ഓ, പേടിച്ചു പോയല്ലോ. സോറി. സാരമില്ല. പിന്നെ മര്യാദയ്ക്ക് നിന്നോണം. ഓ ശരി മാഡം. മനുവേട്ടാ, അടങ്ങി നിക്ക്, ഞാനിത് തീർത്തോട്ടെ. ഞാൻ അടങ്ങി തന്നെയാണ് നിൽക്കുന്നേ. നീ ജോലി ചെയ്തോ.